നിങ്ങളെല്ലാവരും നമ്മുടെ സെഷന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ചെറിയൊരു നമുക്ക് മാമിന് നമ്മൾ ഇന്നത്തെ സെഷൻ എടുക്കുന്ന മാമിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം നമുക്കിന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് സമയം മുമ്പെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് നമ്മുടെ ബി മാജിക് മെമ്പേഴ്സിന്റെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കാവോ? ഹലോ, ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഓക്കെ. എനിവേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരാവോ? എന്താ പറയാ, ഏത് ടോപ്പിക്ക് നമുക്ക് എടുക്കാം. കാരണം നമുക്ക് ബി മാജിക് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക്, കാരണം ഇപ്പൊ കുറച്ച് തൊട്ട് മുമ്പെയാണ് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലാണ്, ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ബഷീർ സർ എന്തെങ്കിലും ടോപ്പിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ആണോ? നോക്കാം. ഓക്കെ, താങ്ക് യു സർ. ടോപ്പിക്ക് മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ് ഓൾ. പെട്ടെന്ന് വന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക, കേൾക്കുക. ഞാൻ ജീവിതത്തില് ജീവിത നൈപുണ്യം, ലൈഫ് സ്കിൽസിനെ പറ്റിയിട്ട് നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട ലൈഫ് സ്കില്ലുകൾ, ഇതിനെപ്പറ്റി ഇപ്പം 2 ദിവസം മുമ്പ് വായിച്ചതാണ്. അപ്പം അതൊന്നും ഇവിടെ പറയാൻ വിചാരിച്ചു. ലോകാരോഗ്യ സംഘടന WHO അംഗീകരിച്ച 10 ലൈഫ് സ്കില്ലുകളാണ് മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ 10 ജീവിത നൈപുണ്യങ്ങൾ. ആദ്യത്തേത് സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ലക്ഷ്യം, എന്താണ് എൻ്റെ ജീവിത ദൗത്യം, എനിക്കെന്താണ് ഈ യൂണിവേഴ്സിറ്റി ലോകത്ത് തന്ന ഉത്തരവാദിത്തങ്ങൾ, എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് ഞാൻ എന്താണ് യൂണിവേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടത്. ഇതൊക്കെ ഈ സെൽഫ് അവെയർനെസ്സിൽ പെട്ടതാണ്. ബി മാജിക്കിലെ ടീം അംഗങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് 90% സെൽഫ് അവെയർനെസ് ഉണ്ടാവും എന്നാണ് ഞാൻ. നമ്മള് ആദ്യമായിട്ട് ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് സെൽഫ് അവെയർനെസ്. പിന്നീട് അടുത്തത് സെക്കൻഡ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ഒരു വിഷയം വരുമ്പോൾ അത് നമ്മൾ തെക്കോട്ടോ പോണോ വടക്കോട്ട് പോണോ എന്ന് ആ സമയത്ത് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്. ഏത് പ്രശ്നം വന്നാലും ഇമ്മീഡിയറ്റ് സ്വന്തമായിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മെന്ററോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോട് ചോദിച്ച് തീരുമാനിക്കാം. മാക്സിമം സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവുകൾ ആർജിച്ചത്. അപ്പൊ നമ്മൾക്കിപ്പോ സത്യത്തില് ഒരു കുട്ടീനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യിക്കുമ്പോൾ അത് ആ കുട്ടി സ്വന്തം ചെയ്യുകയാണെങ്കിൽ അത് തീരുമാനം എടുക്കാനുള്ള കഴിവാ. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു റോട്ടിന്റെ ഇടത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ വലത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് കിടക്കുക എന്നതാണെങ്കിലും, വേറൊരു വിഷയത്തിലും എന്ത് വിഷയത്തിലും തീരുമാനം എടുക്കാനുള്ള കഴിവിന്റെ ഒരു ചെറിയൊരു പോയിന്റാണ് റോഡ് ക്രോസിങ്. നമ്മൾ വിചാരിക്കാൻ നിസ്സാരല്ലേ റോഡ് ക്രോസിങ് എന്താ. പക്ഷെ അത് ആ നിമിഷത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും നമ്മളെ ലൈഫ് തന്നെ ചിലപ്പോൾ തീരുമാനിക്കപ്പെടുക. ഒരു വണ്ടി നമ്മളൊരു സ്പീഡ് എക്സ്പെക്ട് ചെയ്ത് അതിനെക്കാട്ടി ഓവർ സ്പീഡിലാണ് ആ വണ്ടി വരുന്നതെങ്കിൽ അടിച്ചിട്ട് എല്ല് പോയി പോകും. ഒന്നായിട്ട് സാധ്യത ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത് ഏത് വിഷയത്തിലായാലും ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവാണത്. രണ്ടാമത്തത് പ്രോബ്ലം സോൾവിങ്. പ്രശ്നങ്ങൾ വന്നാൽ അത് ഇതൊരു അറ്റാച്ച്മെന്റ് ആണ്. പ്രശ്നങ്ങൾ വന്നാൽ സോൾവ് ചെയ്യാം. ഇത് മൂന്നാമത്തെ. അതൊരു കഴിവാണ്.
എന്ത് പ്രശ്നം വന്നാലും നമുക്കത് പരിഹരിക്കാനുള്ള വഴികൾ അത് നമ്മളെ ബ്രെയിനിന് അങ്ങനെ പ്രശ്നോത്തരി ചെയ്തിട്ടൊക്കെ അത് ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂട്ടട്ടോ. ഇപ്പൊ സുഡോക്കി കളിച്ചിട്ടും അങ്ങനെയുള്ള പല പരിപാടിയുണ്ട്. അതൊക്കെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള അത് ഈ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു ഭാഗമാണ്. പിന്നെ വരുന്ന ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. നമ്മൾ തമ്മിലുള്ള കണക്ഷൻസ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ. ജീവിതത്തിൽ കണക്ഷൻസ് വർദ്ധിപ്പിക്കുക മാക്സിമം. കാരണം ആരെ എവിടെയാണ് നമുക്ക് ഉപകരിക്കുക എന്ന് പറഞ്ഞത്. എവിടെയും ഇപ്പൊ ഞാനിപ്പോ അടുത്ത ഒരാള് ഒരു ഉദാഹരണം പറയും, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നില്ല. ഒരു കമ്പനിയിൽ അവര് സ്റ്റാഫിനെ നിയമിച്ചില്ല, ആദ്യം ഇന്റേൺഷിപ്പ് കൊടുത്തു. 10-30 കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് അതിനൊരു 3-4-5 കുട്ടികളെ എടുക്കലാണ്. അപ്പോ ഈ 30 കുട്ടികളെ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെ 3 മാസത്തെ പെർഫോമൻസ് നോക്കിയിട്ട് ആണ് പിന്നെ ഒരു ടെസ്റ്റ് നടത്തി അതിൽ നിന്നാണ് ഇത് എടുക്കല്. ഈ നല്ല പോസ്റ്റ് ആയിരിക്കും, കാരണം മാസം 50 രൂപ ശമ്പളമുള്ള നല്ല പോസ്റ്റിലേക്കാണ്. അപ്പൊ അതില് ഈ കഴിഞ്ഞ ബാച്ചിന് അവർ ചെയ്തത് ഈ 3 മാസം കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് നടത്തിയപ്പം പേപ്പർ ഒരു കവറിലിട്ട് കൊടുത്തു. അപ്പൊ കുട്ടികളൊക്കെ വിചാരിച്ച് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. തുറന്നു നോക്കുമ്പോ പേപ്പർ 2 സൈഡും ബ്ലാങ്കാ. അപ്പൊ കുട്ടികളെ ഇൻവിജിലേറ്റർ നോക്കിയപ്പോ മൂപ്പര് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇവര് 90 ദിവസം ഈ സ്ഥാപനത്തിൽ വന്ന കുട്ടികളാണ്. ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അവിടേക്ക് വരുമ്പോ നിങ്ങൾ ആ ഗേറ്റിൽ കണ്ട സെക്യൂരിറ്റിന്റെ പേര് എഴുതി വെക്കാൻ. ഒറ്റ ക്വസ്റ്റ്യൻ. അപ്പോ അതില് 28 കുട്ടികൾ ഫെയിലിയറാ, 2 കുട്ടികൾക്ക് ആ പേര്. അപ്പൊ അതാണ് ഇന്റർപേഴ്സണൽ സ്കില്ലിന്റെ ആ സെക്യൂരിറ്റിയും ആ സ്ഥാപനത്തിന് ആ ബോസ് പറഞ്ഞതാ. ആ സെക്യൂരിറ്റി, ആ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ലേഡി, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകള്, ഇതൊക്കെ നമ്മളെ ബിസിനസിന്റെ പാർട്ടാണ്. ഞാൻ ക്യാബിനിൽ ഇരുന്നാലും ഈ വക പണികൾ നടന്നാലേ ഈ സ്ഥാപനം മുന്നോട്ട് പോകും. അപ്പൊ നമ്മള് ഇവരുമായിട്ട് എല്ലാ സ്റ്റാഫുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർപേഴ്സണൽ സ്കില്ല് വേണം എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ അതിനോടനുബന്ധിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്റർപേഴ്സണൽ സ്കില്ലായി അതിന്റെ ഒരു ഭാഗം തന്നെയാണ് 5-മത്തത് എംപതി. എംപതി എല്ലാവർക്കും അറിയാലോ. എംപതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വിഷയം ഒരാൾക്ക് ഒരു വിഷമം, സിമ്പതി എല്ലാവർക്കും കിട്ടും, എംപതി കിട്ടാൻ വിഷമം. എംപതി ഒരാളെ പ്രശ്നം നമ്മളെ പ്രശ്നമായിട്ട് മനസ്സിലാക്കുക, അയാളെ ചെരുപ്പുമ്പോൾ നമ്മൾ കയറി നിൽക്കുക. അപ്പോഴാണ് എംപതി ആകുക. അയാൾ എന്താ അഭിമുഖീകരിക്കുന്നത് ആ വിഷയം അറിയണമെങ്കിൽ നമ്മൾ അയാളെ റോളിൽ എത്തണം. അങ്ങനെയുള്ള ആൾക്ക് സൊസൈറ്റിയിൽ പലതും ചെയ്യാൻ പറ്റും. എംപതി ഇപ്പം എന്ത് ഇതിലും ഐക്യുനെക്കാട്ടും ജാസ്തി ഇക്യുനാണ് പ്രാധാന്യം. ഇക്യു ടെസ്റ്റ് മോശമാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് അയാൾ ക്വാളിഫൈഡ് അല്ല. കാരണം ഇക്യു ഉള്ളവർക്ക് ഒരു സ്റ്റാഫിനെ, എല്ലാ സ്റ്റാഫുകളെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും വലിയ പോസ്റ്റ്, ഇപ്പം ഒരു വലിയ കമ്പനിയുടെ പോസ്റ്റ്, ഒരു സപ്പോസ് ഒരു 1000-2000 കോടിയൊക്കെ ടേൺ ഓവറുള്ള കമ്പനീന്റെ ഒരു CEO അങ്ങനെയുള്ള ലെവലിലേക്കുള്ള പോസ്റ്റില് ശരിക്കും പറയുകയാണെങ്കിൽ അവരോട് എന്ത് ചോദിക്കാനാണ്? അയാൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരിക്കും, അയാൾക്ക് 10 years 20 years എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളോട് എന്ത് ചോദിക്കും? ഫുള്ളി ക്വാളിഫൈഡ് ആളല്ലല്ലോ ഇത്രയും വലിയ പോസ്റ്റിലേക്ക് ഇരിക്കുക. അത്രയും വലിയ ടേൺ ഓവറുള്ള കമ്പനി ആവുമ്പോ അതിനനുസരിച്ചുള്ള ഒരാളല്ലേ. ഇവര് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ബോർഡിലെ മെമ്പേഴ്സ് ജസ്റ്റ് 1 or 2 hours ഇയാളെ കൂടെ ഡ്രൈവിങ്ങിന് പോകത്തത്. ശരി, സിമ്പിൾ ആണ്. ഈ ഡ്രൈവിങ്ങിലെ ഇയാളെ മെന്റാലിറ്റി എങ്ങനെയാണ്? ഇയാള് ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉള്ള ആളാണോ, അതല്ല
സ്റ്റബോൺ ആണോ? ഒരാളെ ഡ്രൈവിങ്ങിൽ നമുക്ക് ഒരാളെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ വേഗം മനസ്സിലാക്കാം. ആള് ചിലർ ഇങ്ങനെ നൊടിഞ്ഞുകൊണ്ടിരിക്കും. റോഡ് മൂപ്പർക്ക് മാത്രം കൊടുത്താൽ മതി. അവനെ ഏത് വയ്ക്കാണ് ഓടുന്നത്, മറ്റൊന്ന് ഇത് വയ്ക്കാതിരുന്ന് അതെന്താണ്, ഇവൻ എന്താണ്, ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടേ ചിലർ ഡ്രൈവ് ചെയ്യും. ചിലവര് മറ്റവർക്ക് ഗിവ് വേ എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ്. ഏതെങ്കിലും ബെൻഡിൽ ഒരാൾ വന്നാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും, വണ്ടി അങ്ങനെ. അപ്പൊ അതൊരു എംപത്തിന്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പൊ 5 ഇനി ഒരു 5 കൂടി ഉണ്ട്. 6ാമത്തെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മളെ ആശയം അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ, കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, അത് അയാൾക്ക് മനസ്സിലാക്കാനുള്ള ആ ഭാഷയിൽ കൃത്യമായിട്ട് ബോഡി ലാംഗ്വേജ് ആയാലും വോയിസ് ടോൺ ആയാലും അയാൾ കൃത്യമായിട്ട് അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അടുത്തത് ക്രിയേറ്റീവ് തിങ്കിങ്. ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയത്തിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ ഏതെല്ലാം വഴിക്ക് നമുക്ക് തിരിച്ചു വിട്ടിട്ട് ലക്ഷ്യത്തിലെത്താം, അത് എളുപ്പമായ മാർഗം കണ്ടുപിടിക്കുക. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. നമുക്ക് ഒരേ വിഷയം തന്നെ ഒരാൾക്ക് ഇപ്പം ഒരു ജംഗ്ഷനിലേക്ക് പോകാൻ പല വഴിക്കും പോവാം. അതിൽ ഏറ്റവും സുഖകരം, ഞാൻ ജംഗ്ഷന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിലെ പ്രശ്നങ്ങളായാലും ആ പ്രശ്നത്തിനെ നമുക്ക് പല വഴിക്കും സോൾവ് ചെയ്യാൻ പറ്റും. വീട്ടുകാരെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാം, നമുക്ക് നമ്മുടേതായ, അതിനാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ട്. അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ്. വിമർശനാത്മകമായ എന്തിനും ഒരു ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക. ഒരാൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാതിരിക്കുക. അത് അതിൽ സത്യമുണ്ടോ, അതെന്താണ്, അല്ല വെറുതെ പുളുവടിക്കുകയാണോ, ഇതൊക്കെ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലാണ്. ആ കഴിവ് വർദ്ധിപ്പിച്ചാൽ അത് കിട്ടും. ഇനി 2 കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. സ്ട്രെസ് പിന്നെ എല്ലാവർക്കും അറിയാലോ, നമുക്ക് സ്ട്രെസ് ഇല്ലാത്തൊരു കുറവാണ്. ഇന്നിപ്പോ LKG കുട്ടീനോട് ചോദിച്ചാലോ ഓനും സ്ട്രെസ് തന്നെയാണ്. ഓന് ടീച്ചർക്ക് ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ള ഓൻ്റെതും സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കോപ്പിംഗ് വിത്ത്, അത് ഏത് വിഷയത്തിനും സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള അതിന്റെ ഏറ്റവും വലിയ വഴി മെഡിറ്റേഷനാണ്. സ്ട്രെസ്സിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി ഒന്നും കൂടി ഉണ്ട്, കോപ്പിംഗ് വിത്ത് ടെൻഷൻ. ടെൻഷൻ, സ്ട്രെസ്സും ടെൻഷൻ കണക്കാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വിഷയം നമ്മളിങ്ങനെ വെറുതെ ആലോചിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അത് ആവശ്യമില്ല. സംഭവം വരുമ്പോ നോക്കിയാൽ മതി. പക്ഷെ ഇപ്പോഴേ ഇങ്ങനെ പുഴ വറ്റി അവിടെ അക്കരെ കെട്ടിയിട്ട നായായിരിക്കും, അത് പുഴന്റെ അക്കരെ ആയിരിക്കും. ഇപ്പുറം തന്നെ നിന്നിട്ട് വടി ഇടിട്ട് അത് പുഴ വറ്റി നായ കെട്ടയച്ച് ഇങ്ങോട്ട് വന്നാലോ എന്നിങ്ങനെ ആലോചിച്ച് ഓരോ വിഷയത്തിലും സംഭവം വരുമ്പം പൈസ ചെയ്യാന്നല്ലാതെ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വലുതാക്കി പ്രഷറും ഷുഗറും കൂട്ടി. അതാണ്. ഇപ്പൊ ഏകദേശം 10 സമയം 15 മിനിറ്റായി. സാർ എത്രയൊക്കെ ഉണ്ടിട്ടുള്ളൂ മരുന്ന്? എത്ര എടുത്തു പോലെ എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കിയാണ്, ഒന്ന് കൈയടിച്ചാണ് ബഷീർ സാറിന്. നമ്മളാ ക്ലാസ് ഒക്കെ പറ്റ മറന്നു. എന്തായാലും നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ഇന്നലെ വായിച്ചപ്പോ അത് ഇവിടെ ഇതാക്കിന്നുള്ളൂ. അപ്പം 10 കാര്യങ്ങളാണ്. നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം, ആർക്കും ഉത്തരം പറയാം. നിങ്ങൾക്ക് ഏത് തരം ക്ലാസ് ആണ് ഇഷ്ടമുള്ളത്? അതായത് ബുക്ക് റിവ്യൂ ആണോ ഇഷ്ടമുള്ളത്, അതോ പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണോ ഇഷ്ടമുള്ളത്, അതോ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുള്ള വിഷയമാണോ, ഹെൽത്ത് ആണോ, മൈൻഡ് ആണോ, ഏത് വിഷയമാണ് കൂടുതൽ താല്പര്യമുള്ളത്?
ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം പറയും. 22 ആളുകളാണുള്ളത്. ഈ 22 പഠിക്കാനുള്ള മെസ്സേജ് ഈ അറിവ് 22 മെസ്സേജ് തരണം. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം വരിക. പുതിയ അറിവുകൾക്ക് അതെ മൂർത്തി സാറിന്. അഭിപ്രായം. വേറെ മൂർത്തി സാർ ബുക്ക് റിവ്യൂ. ബുക്ക് റിവ്യൂ കൃഷ്ണമൂർത്തി സാറ് ബുക്ക് റിവ്യൂ ആണ്. ഇഷ്ടമുള്ള ബുക്കിനാണ്. അതിൽ പുതിയ അറിവുകൾ കിട്ടും, അത് സംശയമൊന്നുമില്ല. വേറെ ആർക്കും ഒരു അഭിപ്രായം ഇല്ല. പുതിയ അറിവുകൾ തന്നെയാണ്. അത് തന്നെയാണ്. തീർച്ചയായിട്ടും പുതിയ അറിവുകൾ. ഓരോ ദിവസവും പുതിയ അറിവുകൾ നമ്മൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ള ക്വാളിഫിക്കേഷൻ അല്ലേ? നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കണം. ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയോ? ഒരു ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. എന്റെ കയ്യിലുള്ള സകല സാധനങ്ങളും എന്ത് ചെയ്യണം? ഒരു അലമാരയിൽ ഇട്ട് പൂട്ടിയിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. എന്റെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും ഒരു അലമാരയിൽ ഇട്ട് പൂട്ടിയിട്ട് വേണം ഒരു ക്ലാസ്സിലിരിക്കാൻ. കാരണം ഇപ്പൊ ബഷീർ സാർ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോ ഇതൊന്നല്ലല്ലോ, ഞാൻ അതല്ലല്ലോ പഠിച്ചിട്ടുള്ളത്, അപ്പുറത്തല്ലേ എന്നുള്ള കാര്യം ചിന്തിക്കുകയേ ചെയ്യരുത്. അത് പഠിക്കുക, ആ അറിവ് കരസ്ഥമാക്കുക. അല്ല, അതല്ലേ ക്വാളിഫിക്കേഷൻ വിദ്യാർത്ഥിന്റെ? വിദ്യാർത്ഥി എപ്പോഴും ഒഴിഞ്ഞ മനസ്സായിരിക്കും. ഒഴിഞ്ഞ മനസ്സോട് കൂടി ഒഴിഞ്ഞ പാത്രവുമായി ഇരുന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നിന്നാൽ എല്ലാവർക്കും പുതിയ അറിവുകൾ കിട്ടും. ഓരോ സംഗതിയും പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ സംഭവവും, ഗുരു ആരാണ്, ശിഷ്യൻ ആരാണ്, അറിവ് എന്താണ്, എവിടുന്ന കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടും, അല്ലേ? അതൊരു വിഷയമാണ്. പണ്ട് ഒരാള് ശുദ്ധജലം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. ഒരു പാത്രം കൊടുത്തയച്ചിട്ട് പറഞ്ഞു, നീ അവിടെ നല്ല ശുദ്ധജലം ഒഴുകി വരുന്നുണ്ട്, ആ ശുദ്ധജലം പിടിച്ചിട്ട് വാ. ഇവൻ എത്ര പോയാലും ശുദ്ധജലം കിട്ടൂല. എത്ര പിടിച്ചാലും അവന് ശുദ്ധജലം കിട്ടില്ല. എന്താ കാരണം? ശുദ്ധജലമാണ് ഒഴുകി വരുന്നത്, പക്ഷെ ഇവന് കിട്ടണില്ല. കാരണം എന്താ അറിയോ? ആർക്കും കൃഷ്ണമൂർത്തിയാറിനറിയോ എന്താ കാരണം? അവന്റെ പാത്രത്തിൽ ചളി ഉണ്ടാവും. അവന്റെ പാത്രത്തിൽ ചളി ഉണ്ടായിരുന്നു. സിമ്പിളാണ്, ഉത്തരം സിമ്പിളാണ്. അവന്റെ പാത്രത്തിൽ ചളി ഉണ്ടായിരുന്നു. അവന്റെ പാത്രത്തിൽ ചളി ഉണ്ടെങ്കിൽ അവനെങ്ങനെ ശുദ്ധജലം കിട്ടുമോ? അപ്പൊ ഓരോ അറിവ് നമ്മൾ കരസ്ഥമാക്കേണ്ടത് എങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മളെ അടുത്ത് എന്തായിരിക്കണം? നമ്മുടെ പാത്രം ശുദ്ധമായിരിക്കണം, കാലിയായിരിക്കണം. അപ്പോൾ മാത്രമേ ആ പാത്രത്തിലേക്ക് അറിവുകൾ കരസ്ഥമാക്കാൻ സാധ്യമാകുള്ളൂ. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഇങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടക്കാം. പക്ഷെ ക്ലാസ് ചെല്ലുമ്പോൾ ഒന്നുമല്ല. വിദ്യാർത്ഥി ആയിരിക്കണം. സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. നമ്മൾ നാളെ ഹിപ്നോട്ടിസത്തിൽ പറഞ്ഞത് എന്താണ്? സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ഗുണം ലഭിക്കും. അപ്പോ വേറെ ആർക്കെങ്കിലും ക്ലാസ്സിനെ പറ്റി പറയാം? ബഷീർ സാർ ക്ലാസ്സിനെ പറ്റി. ക്ലാസ് എന്ന് പറഞ്ഞൂടാ. ആ അറിവിനെ പറ്റി പറഞ്ഞോളൂ. ഈ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ കുറിച്ച് പണ്ട് പറയുന്ന ഒരു പ്രമാണം എന്ന് പറഞ്ഞാൽ കാകദൃഷ്ടി ബൃഹദ്ധ്യാനം ശ്വാനനിദ്ര തദൈവച എന്നാ പറയാം. അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം എന്നാ പറയാ. പണ്ട് ഈ വിദ്യാർത്ഥിയെ കുറിച്ച് പറയുന്ന ഒരു പ്രമാണം, അതായത് കാകദൃഷ്ടി, കാക്കയുടെ ദൃഷ്ടിയും ബൃഹദ്ധ്യാനം, ഈ കാക്കയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കാക്ക വളരെ അലേർട്ടാണല്ലോ. ഏത് സൈഡിൽ എന്തുണ്ടെങ്കിലും അത് ഗ്രാസ്പ് ചെയ്യും. അതുപോലെ ബൃഹദ്ധ്യാനം, കൊക്ക് ഇങ്ങനെ ഇര പിടിക്കാൻ നിൽക്കുമ്പോൾ ഉള്ളതുപോലെ ഒരു കോൺസെൻട്രേഷൻ. ശ്വാനനിദ്ര എന്ന് പറയുന്നത് ഈ നായ ഉറങ്ങുന്നത് പോലെ അത്രയ്ക്ക് ആ രീതിക്ക് ആ കുട്ടി ഉറങ്ങാ. അതുപോലെ അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം എന്നാ പറയുക. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ്. ഇപ്പോൾ സാറ് ഈ വിദ്യാർത്ഥി ത്രൂ ഔട്ട് നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പറഞ്ഞോളി. വേറെ ഷൈനി, ഹാബി, ജെസ്സി, അഖില,
ഷീജ, അനൂപ്, രഞ്ജിത്ത്, KM എവിടെ? എല്ലാരും വന്നിട്ട് ഒരു അർത്ഥം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണി. സാറേ ഞാൻ തന്നെയാണ് സാറേ പറഞ്ഞത്. പറഞ്ഞു. ആ പറഞ്ഞോളി. ഷിന, ഷാലു, സമീറ, ആരെങ്കിലൊക്കെ ഒന്ന് പറയും. എല്ലാരും ഒന്ന് ഓണാക്കിയാണ്. ഒന്ന് ക്യാമറ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഓണാക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാം. നമ്മളെ സാണ് പറഞ്ഞോളി. ഇടയ്ക്ക് ഇതുപോലെ ആരെങ്കിലും ഈ ഇതുപോലെ ആരെങ്കിലും ലെക്ചർ ചെയ്യാനുള്ള ആരെങ്കിലും മിസ്സാകുമ്പോഴാണ് തോന്നുന്നു ഇന്ററാക്ഷൻ കൂടുന്നത്. അതെ അതെ. അപ്പൊ നമുക്കൊരു ഗ്രൗണ്ട് കിട്ടുകയാണ്. അതെ അതിപ്പോ കിട്ടിയ. അതെ. ഓക്കെ. ഗ്രൗണ്ട് മണിസർ കിട്ടിയാ പിന്നെ ഉടനെ എന്ത് ചെയ്യണം? പന്തായിട്ട് ഇറങ്ങിക്കൊള്ളണം. പിന്നെ അവിടെ നിൽക്കരുത്, ഗാലറിയിൽ ഇരിക്കരുത്. പിന്നെ അതെ. മണിസർ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. മാജിക് മോർണിംഗ്. പറയൂ. നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ലളിതമായ രീതിയിൽ ഒരുപാട് അറിവുകൾ അതും അക്കമിട്ടിട്ട് 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞിട്ട് ഈ കറക്റ്റായിട്ട് പറഞ്ഞു തന്നുണ്ട്. അതും വളരെ മനോഹരമായിട്ടുള്ള എക്സാമ്പിൾ, ലളിതമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് അതിനോട് അനുബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ. നമ്മൾ ശരിക്ക് എഫർമേഷൻ ഡെയിലി എഴുതുന്ന പോലെ, അതായത് നമ്മളെ അറിവുകൾ, കഴിവുകൾ, ജ്ഞാനം നിരന്തരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകുന്നത് പോലെ എല്ലാ ദിവസവും ഇവിടുന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലും പുതിയ പുതിയ അറിവുകൾ തന്നെയാണ്. നമുക്ക് അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ട്. പക്ഷെ അത് നല്ല എക്സാമ്പിൾ കൂടെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ഷില മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ബഷീർ സാർ നമസ്കാരം. നല്ല കുറെ നാളായി സാറിന്റെ ക്ലാസ് കേട്ടിട്ട്. ഏതായാലും നല്ലൊരു ചാൻസ് കിട്ടിയത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു. കാരണം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളോ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ എന്തെല്ലാം വെറുതികളാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് എന്ന് ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റും. ശരിക്കും ഇത് നമ്മുടെ കുട്ടികളെ ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. എസ്പെഷ്യലി പ്രോബ്ലം സോൾവിങ്. സില്ലി കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കുട്ടികൾ വളരെ മോശമായ പെരുമാറ്റമൊക്കെ ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. ശരിക്കും ഇത് ഇപ്പം സ്കൂളിന്റെ സിലബസിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നാൽ അതനുസരിച്ചിരിക്കുമല്ലോ കാര്യങ്ങളുടെ പോക്ക്. അപ്പം തീർച്ചയായിട്ടും നമുക്കാണെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും നല്ല അറിവുള്ള ഒരു വിഷയം പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ സാറ് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഷില മാം, താങ്ക് യു. ദെൻ എന്താണ് വേറെ ആരും ഒന്നും സംസാരിക്കാത്തെ? നിങ്ങൾക്ക് ഇതല്ല വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള അറിവുകളോ കാര്യങ്ങളോ ഷെയർ ചെയ്യാണ്ടെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. ശീലമ്മ പറഞ്ഞവർക്ക് ഒരു കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിവ് പൊതുവെ കുറവാണല്ലേ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവര് പുസ്തകത്തിൽ വായിക്കുന്നത് പല കഥകളും ഉണ്ട്. പക്ഷെ അതിന് ഈ കുട്ടി എന്ത് ചെയ്യണം എന്ന അറിവ് കരസ്ഥമാക്കാനുള്ള മാർഗം കുറവാണ് ഇപ്പം. അത് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും. അത് നല്ലൊരു അഭിപ്രായമാണ് ശീലമ്മ പറഞ്ഞത് അല്ലേ. ഷൈനിക്ക് എന്താ പറയാനുള്ളത്? പറയൂ. മാജിക് മണി സാർ, ബഷീർ ആ, സാർ, ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ മിസ്സാകുമ്പോഴത്തേക്കാണ് ബഷീർ സാറിനെ കിട്ടുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാൻ പറ്റില്ലേ സാർ ഒരു ക്ലാസ് നമുക്ക് വേണ്ടി? എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടതിനെ പറ്റിയുള്ള സ്കില്ലുകളെ പറ്റി ഒരു നല്ലൊരു ക്ലാസ് എന്ന് വെച്ചാൽ നല്ലൊരു ക്ലാസ് ഇത് കിട്ടി. ഇടയ്ക്ക് ഇതുപോലെ ഒരു ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാൻ പറ്റുമോ സാർ? ഒരു റിക്വസ്റ്റ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് ആണ്. എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും സാർ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ക്ലാസ് എടുക്കണമെന്ന് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണ ഒരാളാണ്. അല്ലെങ്കിലും സാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ അത് പെട്ടെന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കും. സാറ് പറയുന്നതെല്ലാം തന്നെ അത്രയും സാറിനെ ശ്രദ്ധിക്കുകയും സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും വാല്യൂ ആയിട്ട് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, താങ്ക് യു സാറേ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് നല്ലൊരു ക്ലാസ്സുകളും കൂടെ എടുത്തു തരണം സാർ.
വളരെ അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല യൂസ്ഫുൾ ആയിട്ട് ക്ലാസ് സാർ. നമുക്കിന്ന് ലെക്കിന്റെ ദിവസമാണ്. നമുക്കിന്ന് ലെക്കിന്റെ ദിവസമാണ്. അതുകൊണ്ടാണ് ബഷീർ സാർ ഇന്ന് ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ പങ്കെടുക്കാറില്ല. കാരണം കുറച്ച് തിരക്കുള്ള ആളാണ്. നമുക്കറിയാം, നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരക്കിലല്ല ബഷീർ സാർ ഉള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അപ്പൊ ആ തിരക്കിനിടയിൽ പലപ്പോഴും ക്ലാസ് മിസ്സാകാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ സാഹചര്യവശാൽ ബഷീർ സാർ പങ്കെടുത്തു. അതേ നിമിഷത്തിൽ ഇന്ന് ട്രെയിനർക്ക് എന്തോ ചെറിയ പ്രശ്നം പറ്റി. അപ്പൊ നമ്മുടെ ലെക്കിന്റെ ദിവസമാണ് ഇന്ന്. താങ്ക് യു. ഞാനൊന്ന് പുറത്തു പോകാൻ നിന്നാണ്, പെട്ടെന്ന് ബഷീർ സാറിന്റെ ക്ലാസ്, പിന്നെ അങ്ങ് ഇരുന്നു, പിന്നെ പോയില്ല. അത് മാറ്റി വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നു. സാറിന്റെ ക്ലാസ് ആണെങ്കിൽ പോകുന്നില്ല എന്ന് വെച്ചാൽ അതൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇതിന് സമയം കിട്ടുമ്പോ എടുക്കണം സാർ. വേറെ ഷൈനി മാം താങ്ക് യു. ദെൻ വേറെ ആരാണ് സംസാരിക്കുന്നത്? സുലേഹ മാം, അഖില മാം, വിൻസെന്റ് സർ, അനൂപ് സർ, ഷീജ മാം, ഷൈന, സാലു സർ, ഒരുപാട് പേരുണ്ടല്ലോ. അഖില മാം കേൾക്കുന്നുണ്ടോ? അവർക്ക് ഓക്കെ ഓക്കെ. ടീച്ചറിനായോണ്ടാണ് ഞാൻ പിന്നെ കേറാതെ. സാറിന്റെ ക്ലാസ് എപ്പോഴും നല്ലതാ. സാർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കുന്നത് നമുക്ക് നല്ല ഗുണം ചെയ്യും. സാറിന് പെട്ടെന്നായാലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാം. ദെൻ റസാഖ് സർ, നമ്മുടെ ടീം മെമ്പേഴ്സിന് ഇപ്പം ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി? അവര് ഒന്നും മിണ്ടണില്ല. എന്തെങ്കിലും മിണ്ടിയാലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എനിക്ക് ഇഷ്ടം വിഷയമാണ്. അതല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് രാവിലെ ഉണരാൻ കഴിയണില്ല, അതല്ലെങ്കിൽ രാവിലെ ഉണർന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ബി മാജിക്കിന്റെ കൾച്ചർ ശരിക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ, പുതിയ ആളുകൾ ഉണ്ടായിരിക്കാം. എന്താണ് ബി മാജിക്കിന്റെ കൾച്ചർ? കാരണം നമ്മളിപ്പോ അത് ഗ്രൂപ്പിൽ എപ്പോഴും പറയാറില്ല. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കൾച്ചർ അറിയാത്തവരുണ്ടെങ്കിൽ അത് ചോദിക്കാം. എന്താണ് നമ്മുടെ ഒരു ജീവിത ശൈലി, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നല്ല ബോധ്യം വേണം. ഞാൻ രാവിലെ എണീറ്റാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്, എന്താണ് എൻ്റെ ലക്ഷ്യം, കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. വിജയം പരാജയം ഒക്കെ അവിടെയാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ ബഷീർ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആ റോഡിന്റെ അക്കരെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആ കുട്ടി നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ, ഇപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ, ആ വണ്ടി ഞാൻ കടക്കുമ്പോഴേക്കും ഇവിടെ എത്തുമോ എന്നുള്ള നിഗമനമൊക്കെ, ഈ കണക്കുകളൊക്കെ ഇവന്റെ മൈൻഡിൽ വന്നോളണം. എന്നിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. ഓവർടേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇല്ലേ, നമ്മളെ മുന്നിലുള്ള വണ്ടി സ്പീഡ് കൂട്ടുമോ ഇല്ലയെന്ന് നമുക്കറിയോ? ഇല്ല. നമ്മളെ ബേക്കിൽ വരുന്ന വണ്ടി നമ്മൾ അങ്ങോട്ട് കടക്കുന്ന സമയം കൊണ്ട് ഇങ്ങോട്ട് എത്തുമോ? ഇതൊക്കെ നമ്മൾ കണക്കൂട്ടണം. നമ്മൾ അങ്ങോട്ട് കടക്കുന്നതിടയിൽ അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കണക്ക്. അപ്പൊ ഇതൊക്കെ ഒരാളെ കണക്ക് കൂട്ടലാണ്. അപ്പൊ ആ കണക്ക് കൂട്ടൽ ആർക്കെങ്കിലും അറിവ് കേട്ടിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മളെ ബി മാജിക്കിന്റെ കൾച്ചർ എന്റെ ജീവിതത്തിൽ എന്താണ് പാലിക്കേണ്ടത് കൃത്യമായ അറിവില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇപ്പോഴാണ് അതിന്റെ അവസരം. അല്ലേ? അങ്ങനെയല്ലേ മണി സാറേ? വളരെ ശരിയാണ്. അതുപോലെ തന്നെയാണ് ഈ നായിന്റെ കാര്യം പറഞ്ഞത്. പുഴയുടെ അപ്പുറത്തുള്ള കെട്ടിയിട്ട നായിന്റെ കാര്യം ആലോചിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ പുഴ പറ്റി, ആ എക്സാമ്പിളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മൾ വെള്ളം കടക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് മുണ്ട് പാടി കുത്തിയിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ അത്തരം നല്ല സിമ്പിൾ എക്സാമ്പിൾ കൂടെയാണ് എന്നുള്ള അവതരണങ്ങൾ ഉണ്ടായത്. അപ്പൊ നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമ്മളെ ലൈഫിലേക്ക് ഇത് ഇന്ന് പറഞ്ഞ ഓരോ പോയിന്റ്, സെൽഫ് അവയർനെസ് ആയാലും ശരി, ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും ശരി, നമ്മളെ സ്ട്രെസ് മാനേജ്മെന്റ് ആയാലും ശരി, വളരെ നമ്മളെ ലൈഫിലേക്ക് എങ്ങനെ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് എടുക്കാൻ പറ്റും, അത് ഗുണകരമാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ലൈൻ കൂടി ചിന്തിക്കാം. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ പേരിപ്പം മണി എന്ന് പറഞ്ഞ പേര്, ആദ്യം മണി എന്ന് പറഞ്ഞ പേര് ആ പേര് ശരിയില്ല. പിന്നീട് അതിന്റെ ഓരോ വാക്കുകളും ഒക്കെ വേറെ വേറെ എഴുതി നോക്കുമ്പോൾ
വളരെ നല്ല നല്ല വാക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. മാന്നുണ്ട്, മാനുണ്ട്, മണിയുന്നുണ്ട്, മെയ്യുന്നുണ്ട്, മായിനുണ്ട്. അതായത് പല ആൾക്കാരുടെ പേരും വേറെ വേറെ വ്യത്യസ്ത റിലീജിയനിൽപ്പെട്ട പേരുകൾ മുഴുവനുണ്ട്. മായിനുണ്ട്, ഇനാംന്നുണ്ട്, അങ്ങനെ പല അർത്ഥം വരുന്ന വാക്കുകളും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം അയാംന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആംഗിൾ കൂടെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തും. അത് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുന്നുള്ളതാണ്. നമുക്കൊരു ഐഡിയാസ് വേറെ വേറെ വരും. അതുപോലെ തന്നെ നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നല്ല നല്ല ക്ലാസ്സുകളിലൂടെ നമ്മളെ പ്രാക്ടിക്കലായിട്ട് നമ്മളെ ലൈഫിലേക്ക് അത് പകർത്താനുള്ള എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഒരു കൂട്ടം ആളുകൾ കരയുന്നത്. ആരാണ് കേട്ടത്? ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കരയുന്നു. അപ്പൊ ഒരാൾ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മറ്റേ ആൾ ഇല്ല, എന്താണ് നിങ്ങൾ? അപ്പൊ അവർ പറഞ്ഞെന്താണ്? ആ കുട്ടി കരയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും കരഞ്ഞു. ഇല്ല, ആ കുട്ടി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്തോ നടക്കാൻ പോണൊരു വിഷയം. എന്താണ് വിഷയം? ആർക്കും പറയാൻ കഴിയോ? കേട്ടക്കണ 2 ദിവസം മുമ്പ്? ഓർമ്മയില്ല. ആർക്കറിയാം? ആ, അതായത് ആ കുട്ടിക്ക് അവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു കിണറുണ്ട്. കിണറ് ആൽമര ഇല്ലാത്ത കിണറാണ്. ആ ആൾമറ ഇല്ലാത്ത ആ കിണർ കണ്ടിട്ട് ആ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് നാളെ ഒരു കുട്ടി ഉണ്ടാകുമ്പോ ആ കുട്ടി ഈ കിണറ്റിലേക്ക് വീഴാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി കരയുന്നത്. ഒരു കുട്ടിയാണ് കരയുന്നത്. ആ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് നാളെ ഒരു ഭാവിയിൽ ഒരു കുട്ടി വരുമല്ലോ, ആ കുട്ടി ഉണ്ടാകുന്ന കാലത്ത് ഈ കിണറ്റിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞതാണ് ആ കുട്ടി. ആ കുട്ടി കരയുന്നത് കൊണ്ട് മറ്റു പലരും കരഞ്ഞു. എന്താ സംഭവം എന്നറിയാതെ ഒരു കൂട്ടം ജനങ്ങൾ കരഞ്ഞു എന്നുള്ളതാണ് ആ സ്റ്റോറി. ഇല്ലേ? കേട്ടിട്ടുണ്ടോ? അതെ. അപ്പൊ അതേപോലെയാണ് നമ്മള്. എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു. എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം? ഉള്ളതാണോ, നടക്കുമോ ഇല്ലതൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. അതാണ് ആ സ്റ്റോറിയുടെ കാതൽ. അതുപോലെ തന്നെ ഒന്ന് ബഷീർ സാറിന്റെ ക്ലാസ്സിലും പറഞ്ഞത്. ഇനി വേറെ ആർക്കെങ്കിലും? ഇനി രഞ്ജിത്ത് പറഞ്ഞില്ല? പറഞ്ഞു സാറേ. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അഖില മാം സംസാരിച്ചു. TJ? ഇല്ല. എന്തായാലും ശീലം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റാൻഡം ആരെങ്കിലും സ്പീച്ചിന് ഉണ്ടാവും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം. അങ്ങനെ എങ്കിൽ മാത്രമേ ഇതിലുള്ള ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇങ്ങനെ ആൾക്കാരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ ജനറേറ്റ് ആയി. അതെ. ഷാലു അജേഷ് ഒന്ന് സംസാരിക്കോ? ഉറങ്ങിയോ? ഷാലു ഉറങ്ങിപ്പോയോ? ഉറക്ക് പലതരം ഉറക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഇല്ലേ? മടി കൊണ്ടുള്ള ഉറക്കുണ്ട്, യഥാർത്ഥ ഉറക്കുണ്ട്, ഉറക്കം അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെ പല ജാതി ഉറക്കുകളുണ്ട്. ഇതിലേതാണ്? സാറേ, ഇതിലെ ഈ മെമ്പേഴ്സ് കൂടുന്നില്ലല്ലോ. ഈ നോർമലി ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ വരുമ്പോൾ എന്തായാലും ഇത്രയും ആൾക്കാരുടെ ഒരു എഫോർട്ട് കൂടെ വരുമ്പം സ്വാഭാവികമായിട്ടും കൂടേണ്ട ഒരു എണ്ണമൊന്നും വരുന്നില്ലല്ലോ. ഈ കുറെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഈ 20 ഫിഗേഴ്സിലാണ് കിടക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണല്ലോ കിടക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 10 ആളുകളെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുക. എന്നിട്ട് അവരെ ഞാനൊരു 50ഓളം പേരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇൻറ്റിമേഷൻ അയക്കാനായിട്ട്. അത് അയച്ചു എന്ന് പറയണു. പക്ഷേ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മാസങ്ങളായിട്ട് 24 25 പേര് തന്നെ കാണുന്നു. ഒന്നുപോലും ആഡായിട്ടില്ല. വരും. ആരാ സംസാരിച്ചത്? എല്ലാവർക്കും സംസാരിച്ചത്. പറയൂ ഷാലു, പറയൂ. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള ക്ലാസ്സിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ എനിക്ക് കേറാനും പറ്റിയിട്ടില്ല. മോൾക്ക് ചെറിയ അസുഖം, പനി, ജലദോഷമൊക്കെ ഉള്ള കാരണം മര്യാദക്ക് അവൾ ഉറങ്ങുന്നില്ല. അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. എന്നാലും ഞാൻ കേറുന്നുണ്ട്.
പിന്നെ ഓക്കെ. എന്നോട് സിന്ധു ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കൾച്ചറിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഇതിലോട്ട് ചോദിക്കാനത് എന്താണെന്നുള്ളത്. ആ ഡോക്ടറെ കാണിച്ചില്ലേ കുട്ടിയെ ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. ഓക്കെ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് രാവിലെ നമ്മള്? രാവിലെ എഴുന്നേറ്റിട്ട് അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് അതൊക്കെ എഴുതാൻ പറഞ്ഞായിരുന്നു. ആ പിന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ക്ലാസ് കേൾക്കണം, ഫീഡ്ബാക്ക് പറയണം. ഫീഡ്ബാക്ക് പറയണം. ആ. ചേച്ചി എല്ലാം പറഞ്ഞു തന്നായിരുന്നു. ഇതൊക്കെ എന്തിനാ ചെയ്യണ്ടേ? ഏ എന്തിനാണ് ഇതൊക്കെ ചെയ്യണ്ടേ? എനിക്ക് വേണ്ടി. അതാണ്, അത് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. അതല്ലാതെ അജിസ മാമിന് വേണ്ടിയിട്ടോ ഗോപികക്ക് വേണ്ടിയിട്ടോ ചെയ്യരുത്. അല്ല. നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. നിങ്ങളെ ഗുണങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വേണ്ടിയാട്ടാ, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് സംസാരിക്കാനാണ്, എനിക്ക് ക്യാമറ ഓൺ ആക്കാനാണ്, എനിക്ക് ക്ലാസ് എടുക്കാനാണ്. പക്ഷേ സാറ് ക്ലാസ് എടുത്തത് വെറുതെ ക്ലാസ് എടുത്തതൊന്നല്ല. ഇങ്ങനെ വന്ന് ഞാൻ ക്ലാസ് കേട്ടായിരുന്നു. എടുത്തതേനാണ് ബഷീർ സാറ്. ഇങ്ങനെ വന്നതേനാണ് ഞാന്, ഇങ്ങനെ വന്നതാണ് സിന്ധു മാം. ഇങ്ങനെ സംസാരിച്ച് വന്നതേനാണ് ഞങ്ങളൊക്കെ. അതല്ലാതെ ഞങ്ങൾ എനിക്ക് ആദ്യം സംസാരിക്കാനായിട്ട് ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ അവര് മതിയില്ല. സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു. സംസാരിച്ചിപ്പോ അത്രേ ഉള്ളൂ. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയാലേ നമ്മളുടെ ജീവിതം സക്സസ് ആവുമെന്ന് സാറ് പറഞ്ഞു തന്നല്ലോ. ആ, നല്ല അതാണ്. ക്ലാസ് ആയിരുന്നു കേട്ടോ സാറിന്റെ. ഞാൻ ഫുള്ള് താങ്ക് യു. കേട്ടായിരുന്നു. കണ്ടില്ലേ, ബഷീർ സാറിന് ഒരു അവാർഡാണത്. സംസാരിക്കാത്ത അതെ ഒരാള് അതെ. സംസാരിച്ചു. പറഞ്ഞോളൂ. വേറെ ആർക്കെങ്കിലും ഇതേപോലെ? ആരില്ലേ? ഇപ്പൊ അതിന്റെ ഇപ്പൊ വിട്ടാ നിങ്ങളെ അവസരമാണ്. ഒരു 3 മിനിറ്റ്സും കൂടിയാണ് നമുക്ക് ടൈം ഉള്ളത്. ഈ 3 മിനിറ്റ്സ് ആരാ യൂട്ടിലൈസ് ചെയ്യുന്നേ നോക്കാം. ഒരു ഷിന സംസാരിച്ച ഷിന? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഷിന എന്താ? പറയൂ. ഓക്കെ. സംസാരിച്ചിട്ടില്ല. ഹലോ, പറയൂ. എന്താ ഞാൻ കേട്ടു, ക്ലാസ്സൊക്കെ കേട്ടു, നല്ല ക്ലാസ് ആയിരുന്നു. ഷിന ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ, ഞങ്ങൾക്കറിയില്ല. ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു മുന്നേ. ഒന്നുകൂടി പരിചയപ്പെടുത്തിക്കോളൂ, രസല്ലേ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഓൺലൈൻ ബിസിനസ് ചെയ്യാണ്. 2 കുട്ടികളുണ്ട്. തൃശ്ശൂരോടെ? തൃശ്ശൂര് കാട്ടൂര്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ബിമാജിക്കിൽ വന്നിട്ട്? കുഴപ്പമില്ല, നല്ലതാണ്. എനിക്ക് നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യണ്ട? അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എണീച്ചിട്ട് അഫർമേഷൻ എഴുതണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അഫർമേഷൻ ഇത് എഴുതി തുടങ്ങിയിട്ടില്ല. അതിന്റെ പറ്റി കറക്റ്റ് അറിയില്ല. ഓക്കെ. പിന്നെ നമ്മളൊരു മെയിൻ അഫർമേഷൻ ഉണ്ട്, അതറിയില്ലേ? എന്താ? എവരി ഡേ എവരി വേ, അതറിയോ? ഇല്ല, അറിയില്ല. എവരി ഡേ എവരി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞു പഠിച്ചുകൂടി കുറച്ച് ദിവസം. അപ്പൊ തന്നെ ഇങ്ങനെ പഠിച്ചോളൂ ബാക്കിയുള്ള. അതാണ് അഫർമേഷൻ നമ്മളെ ബി മാജിക്കിന്റെ അഫർമേഷൻ ഒന്ന് അതാണ് കേട്ടോ. ഓക്കെ. വേറെ ഇനി എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് അറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് അറിയാം. ഫോർഗീവ്നെസ്സും അറിയാം. അറിയാം. അത്രയുള്ളൂ. ഡയറി നോക്കിയിട്ട് ഒരു ഡയറിയിൽ എഴുതിയൊക്കെ ഓരോ ദിവസത്തെ സംഭവങ്ങൾ. ഞാൻ ഇന്നത് ചെയ്തു. ഇപ്പൊ ഇന്ന് ഞാൻ ബി മാജിക്കില് സംസാരിച്ചു എന്ന് എഴുതിയേക്കാം. അങ്ങനെ എഴുതിയ ഓരോ ദിവസത്തെ സംഭവത്തിൽ ഞാൻ ഇന്ന സംഗതി ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ 1 വർഷം
എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള മാറ്റം എന്താണെന്ന്. നിങ്ങൾ എത്രത്തോളം വലുതായിട്ടുണ്ട്, എത്രത്തോളം അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഏതെല്ലാം ടാസ്കുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാം, നമ്മളെ വളർച്ച ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ഡയറി അത് നല്ലൊരു ശീലമാണ് കേട്ടോ. ശരി, വേറെ ആർക്കാ വേണ്ടാളുകള്? സാറ് ഒരാളോടി വന്നു. താല്പര്യമുണ്ട് വരാന്, മടിച്ചു നിൽക്കുകയാണ്. നമ്മളെ ടൈം ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗോപിക്ക് പോയാ ഇവിടെ ഉണ്ട് സർ. ഓക്കെ, അപ്പൊ എനിവേ ബഷീർ സർ, റസാഖ് സർ, താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊക്കെയാണ് നമ്മുടെ ബി മാജിക്കിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നവർ. അപ്പൊ എനിവേ നമുക്ക് ഒരുപാട് താങ്ക്സ്. കാരണം നമ്മുടെ ടീം മെമ്പേഴ്സിനായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, കാരണം ബി മാജിക് എന്ന് പറഞ്ഞിട്ട്, കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈമുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇതിലൂടെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ കിട്ടുന്ന ടൈം നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എനിവേ മാക്സിമം നിങ്ങൾ എന്താ ബി മാജിക് എന്നുള്ള പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് മറ്റുള്ളിടത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ സെഷൻസിലും ഇതേപോലെ ഫീഡ്ബാക്ക് പറയാം, ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ബഷീർ സർ, റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബഷീർ സാർ, താങ്ക് യു മണി സാർ, താങ്ക് യു ശീലമ്മ. Thank you all. Thank you very much. Thank you very much, sir.